بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുഅ്മിനായി മുസ്ലിഹായി മുവഹ്ഹിദായി ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു ഓരോ മനുഷ്യന്റെ മേലെയും അല്ലാഹു തആല നിശ്ചയിച്ച ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം മുറതെറ്റാതെ ഭൂമിയിൽ നടക്കുക എന്നത് അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. ഇന്ന് നാം അധിക പേരും ഒരു സുന്നത്തായ നോമ്പാണെങ്കിലും വളരെ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും പ്രാധാന്യത്തോടെയും മനസ്സിലാക്കി നോമ്പനുഷ്ഠിക്കുന്നവരാണ്. ആ മുഹറം 10 നോമ്പിന്റെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട് എന്ന് വിശ്വാസികൾക്കറിയാം. ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരിയായ അഹങ്കാരിയായ, അതിനപ്പുറം ഞാൻ തന്നെയാണ് ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹു എന്ന പദം പ്രയോഗിക്കാതെ റബ്ബ് എന്ന പ്രയോഗത്തിലൂടെ ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച അഹങ്കാരത്തിന്റെ ഉടമയാണ് ധിക്കാരിയായ ഫിർഔൻ. ആ ഫിർഔനിന് ധാരാളം അവസരങ്ങൾ അല്ലാഹു കൊടുത്തിട്ടും എല്ലാ അവസരങ്ങളെയും തട്ടിമാറ്റി അഹംഭാവത്തിലും അഹങ്കാരത്തിലും മുന്നോട്ട് പോയി അവസാനം മുങ്ങി ചാവേണ്ടി വരുമ്പോ, മരിക്കേണ്ടി വരുമ്പോ, ഞാൻ ബനൂ ഇസ്രായേലിന്റെ മൂസയുടെ റബ്ബിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോ സർവശക്തനായ അല്ലാഹു തആല അത് തട്ടിമാറ്റുകയും ലോകത്തിന് തന്നെ ഒരു പാഠമാകുന്ന വിധത്തിൽ നിന്നെ ബാക്കിയാക്കുമെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ അധ്യാപനത്തിലൂടെ നാം വായിക്കുന്നതാണ്. അല്ലാഹു തആല പറയണേ, നാം ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ആളുകൾ, അവരെ നാം ഉദ്ദേശിക്കുന്നത്, അതാണ് നുരീദു, നാം ഉദ്ദേശിക്കുന്നു. എന്താണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? അല്ലാഹു ആഗ്രഹിക്കുന്നത് എന്താണ്? അടിച്ചമർത്തപ്പെട്ട ആളുകളെ അല്ലാഹു തആല പിന്നീട് വനജഅലുഹും അഇമ്മ, അവരെ നേതാക്കന്മാരാക്കി കൊണ്ടുവരിക എന്നത് അല്ലാഹു തആല സ്വീകരിച്ച ഒരു നടപടിക്രമത്തിൽപ്പെട്ടതാണ്. എല്ലാ സ്ഥലത്തും അത് സംഭവിക്കണമെന്നില്ല. ഫിർഔനിന്റെയും ഹാറൂനിന്റെയും ഒക്കെ ചരിത്രങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഈ കാര്യം ഖുർആനിൽ ബോധിപ്പിക്കുന്നുണ്ട്. വനജഅലുഹുമുൽ വാരിസീൻ, നാം അവരെ അനന്തരാവകാശികളാക്കി മാറ്റുക. ഫിർഔൻ എന്തൊക്കെ അഹങ്കാരങ്ങളും ധിക്കാരങ്ങളുമാണ് ചെയ്തത്. അവസാനം ഫിർഔനും ടീമും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും അവരുടെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളുടെയും അനന്തരാവകാശികൾ അല്ലാഹു കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പൊ അടിച്ചമർത്തപ്പെടുക എന്ന ആ പദം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ നാട്ടിൽ ഫിർഔനിനെ പോലെ ഒരു അഹങ്കാരി ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഖുർആൻ എടുത്തു പറഞ്ഞ
ഖജനാവുകളുടെ താക്കോലുകളേറ്റാൻ ഒട്ടകക്കൂട്ടങ്ങൾ ആവശ്യമുള്ള പണക്കാരനുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അല്പം പണവും അധികാരവും സമ്പത്തും സ്വത്തുമൊക്കെ വരുമ്പോ പാവപ്പെട്ടവരെ ഒരു അവജ്ഞതയോടെ അവഗണനയോടെ കാണുന്ന ആളുകൾക്കിതിൽ പാഠമുണ്ട്. എത്ര ഗ്രാമങ്ങളിലാണ് വലിയ സമ്പാദ്യം, വലിയ സമ്പന്നത ഉള്ള ആളുകൾ പിന്നീട് അവരുടെയൊക്കെ താഴെ നിന്ന് അവർക്ക് വേണ്ടി കൂലിവേല ചെയ്ത ആളുകൾ ഒരുപക്ഷെ അവരെക്കാൾ മുകളിൽ സമ്പന്നതയുടെ ഉടമകളായി മാറുന്ന ചരിത്രം എത്ര ഗ്രാമങ്ങളിലുണ്ട്. അതുകൊണ്ട് അള്ളാഹു തരുന്ന സമയത്ത് അഹങ്കരിക്കരുത്. അള്ളാഹു തരുന്ന സമ്പാദ്യത്തെ തൊട്ടൊരിക്കലും ഹൃദയത്തിൽ ഒരു ഗർവോ പുങ്ങച്ചമോ അഹംഭാവോ ഉണ്ടാവരുത്. അള്ളാഹു ഇവിടെ പ്രയോഗിച്ച പ്രയോഗം വനജഅലുഹും അഇമ്മ, ഒരുപക്ഷെ നാം അവരെ നേതാക്കന്മാരാക്കി മാറ്റും. വനജഅലുഹുമുൽ വാരിസീൻ, അനന്തരാവകാശികളാക്കി അവരെ മാറ്റും. അള്ളാഹുവിന്റെ തീരുമാനമാണ്. എത്രയോ പാവപ്പെട്ട ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ല എന്ന് പറഞ്ഞവർ ഒരു നാടിന്റെ രക്ഷകരാകി അള്ളാഹു നിർത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ അവിടെയും ഇവിടെയും നടന്ന് കൂലിവേലയെടുത്ത് വീടുകളുടെ അടുക്കളയിൽ പാത്രം കഴുകിക്കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പോറ്റി വളർത്തിയത് എന്ന് സമ്പന്നതയുടെ ഉടമകളായി ഇന്നറിയുന്ന ചിലർ ലോകത്തോട് പറയുന്നുണ്ട്. ഒരു കാറിൽ ഞാൻ ചാരി നിന്നപ്പോ എന്റെ തലയുടെ പിറകുവശത്ത് പിരടിയുടെ ഭാഗത്ത് ആ കാറിന്റെ ഉടമ അടിച്ചത്, നീ എന്റെ പുതിയ കാറിലാണോ ചാരിയത് എന്ന് ചോദിച്ചു. ഇന്ന് എന്റെ മുറ്റത്ത് നാട്ടിലിറങ്ങിയ എല്ലാവിധ നല്ല കാറുകളുമുണ്ട് എന്ന് മലയാളികൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അയൽവാസി വാങ്ങിവെച്ച ഒരു വാഹനത്തിൽ ഒന്ന് വരയിട്ടതിന്, അറിവില്ലായ്മ കൊണ്ട് ഒന്ന് വരച്ചുപോയതിന്, ആ കുട്ടിയെ അടിച്ചതും ഉപദ്രവിച്ചതും അത് കൊണ്ടവനാണ് ഞാൻ ഇന്ന്. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് ഷോപ്പുകളുടെ ഉടമയാണ് എന്ന് വിളിച്ചു പറയുന്നവർ. ഇങ്ങനെ ഒരുപാട് പാഠമുണ്ട്. നമ്മൾ ഫിറഔനിന്റെ ചരിത്രത്തിൽ പോയി ഫിറഔനിന്റെ അഹങ്കാരം പറഞ്ഞ് അവസാനിപ്പിക്കല്ല. മോന് നല്ലൊരു വീടുണ്ടാക്കുമ്പോ ഗർവ്, മോള് നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടുമ്പോ, കല്യാണം കഴിച്ചു വിടുമ്പോ അതിന്റെ പേരിൽ അഹങ്കാരത്തിന്റെ വർത്തമാനം. ചിലപ്പോ ഇടിച്ച് താഴ്ത്തി നിന്നെ ഒരു ദരിദ്രനാക്കി മാറ്റി പരീക്ഷിക്കാൻ അള്ളാഹുവിന് കുറെ മാസങ്ങളും വർഷങ്ങളൊന്നും ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോ അതിൽ നിന്നൊക്കെ ചിലത് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ മുഹറം 10 കഥ പറയുമ്പോൾ അഹങ്കാരത്തിന്റെ ചില ദോഷഫലം പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഫിറഔൻ എന്ന് പറയുന്ന മനുഷ്യൻ തീരുമാനമെടുക്കുന്നു, ഈ നാട്ടിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയണമെന്ന്. നോക്ക്, അള്ളാഹു എന്ത് നിശ്ചയിച്ചു അതേ നടക്കൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മുഹറം 10 നാം നിൽക്കുമ്പോൾ ചിലത് നമുക്ക് ഓർക്കാനുള്ളത്. എന്താ കാരണം? നിങ്ങളൊക്കെ ഖുർആൻ തന്നെ പറയാ, വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹ് ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈഹി. ആ ഖുർആന്റെ പ്രയോഗം നിങ്ങൾ നോക്കൂ. വഔഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയിലേക്ക് നാം ബോധനം നൽകി. എന്താ നൽകിയത്? അൻ അർദിഈഹി, ആ മകനെ നീ മുലയൂട്ടി വളർത്തണം. വഇദാ ഖിഫ്തി അലൈഹി, ആൺകുട്ടിയാണ് ജനിച്ചത്, അതുകൊണ്ട് ആ മോനെ നീ മുലയൂട്ടി വളർത്തണം. അല്ലാഹു പറയാ, ഇവിടെ ജനിച്ച ആൺകുട്ടികളെ മുഴുവനും ഫിറഔൻ കൊന്നുകളയുന്നുണ്ട്. പക്ഷേ ഈ മോനെ, ഈ കുട്ടിയുടെ ഉമ്മ മുലയൂട്ടി വളർത്തണം. ഖുർആൻ പറയാ, വഇദാ ഖിഫ്തി അലൈഹി, അങ്ങനെ ഒരു ആൺകുട്ടിയെ വളർത്തുന്നുണ്ട് എന്നറിഞ്ഞ സംഭവം ലോകത്തറിയുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഫഇദാ ഖിഫ്തി അലൈഹി, ആ കുട്ടിയുടെ മേൽ താങ്കൾക്ക്, നിനക്ക് പെണ്ണെ, മൂസയുടെ ഉമ്മ, നിനക്ക് പേടി വരുന്നുവെങ്കിൽ ഫഅൽഖീഹി ഫിൽ യം, ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി ഒരു നദിയിൽ ഒഴിക്കാൻ പറയുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്തോളൂ. വലാ തഖാഫി, നീ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. വലാ തഹ്സനി, നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നാ റാദ്ദൂഹു ഇലൈക്,
ആ മകനെ നിന്നിലേക്ക് നാം മടക്കിക്കൊണ്ടുവരും. പെട്ടിയിലാക്കി ഒഴിക്കിക്കോ, ഒരു പേടിയും പേടിക്കണ്ട. ആ മകനെ നാം നിന്നിലേക്ക് മടക്കിക്കൊണ്ടുവരും. വജാഇലൂഹു മിനൽ മുർസലീൻ, പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളാക്കി അവനെ മാറ്റും. ഇത് അല്ലാഹു തആല മൂസാ നബിയുടെ ഉമ്മക്ക് ബോധനം നൽകി. ഖുർആൻ പറയാ. അങ്ങനെ എന്താ സംഭവിച്ചത്? നാട്ടിൽ ആൺകുട്ടികൾ ജനിച്ചാൽ ഫിറഔൻ കൊന്നുകളയുകയാണ്. ഫിറഔൻ കണ്ട ചില സ്വപ്നത്തിന്റെ അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. എതിരായി വരാൻ പോകുന്ന ഒരു യുവാവിനെക്കുറിച്ചും ഒരു ഭരണത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമൊക്കെ ഫിറഔൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൺകുട്ടികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താ? അതേ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഈ കുട്ടി വളരണം. ഏതൊരാളാണോ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ആ ഫിറഔനിനോട് ഏറ്റുമുട്ടാനുള്ള ആള്, ആ ഫിറഔനിനോട് ദഅവത്ത് നടത്താനുള്ള ആള്, ആ ഫിറഔൻ ഏതൊരാളുടെ കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ നാളെ മുങ്ങിച്ചാവാൻ പോകുന്നത്, അതേ വ്യക്തി ഫിറഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളരണമെന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹുവിന്റെ തീരുമാനം എന്തോ അതാര് എത്ര വലിയ ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ചു കൂടിയാലും തട്ടിമാറ്റാൻ കഴിയുകയില്ല. ഞാൻ ഈ ഖുർആനിലെ വചനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാ. അങ്ങനെ ഈ കുട്ടി വെള്ളത്തിലൂടെ ഇങ്ങനെ പെട്ടിയിലായി ഒഴുകി വരികയാണ്. എവിടെ എത്തിയ കുട്ടി? ഖുർആൻ തന്നെ പറയാ. വഖാലത്ത് ഇംറഅതു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ പറഞ്ഞു, ഖുർറത്തു ഐനിൻ ലീ, ഫിർഔനോട് പറയാ. ഫിർഔനോട് ഈ കുട്ടിയെ കിട്ടിയതിനു ശേഷം പറയാണ്, ഈ കുട്ടി എനിക്കൊരു കൺകുളിർമയാണ്. എന്താ പറഞ്ഞേ? ഫിറഔന്റെ ഭാര്യയാണ് പറയണത് ഫിറഔനോട്. ഒഴുകി വരുന്ന പെട്ടിയിൽ നിന്ന് കുട്ടിയെ കിട്ടിയ പശ്ചാത്തലം അത് എടുത്തു കൊണ്ടുപോകുന്നു. അത്ഭുതകരമായി ആശ്ചര്യഭരിതമായി സംസാരിക്കുന്നു. കുട്ടിയുടെ രൂപവും സൗന്ദര്യവും കണ്ടവർ അത്ഭുതം കൂറുന്നു. എന്നിട്ട് ഫിറഔന്റെ ഭാര്യ പറയാ, വഖാലത്ത് ഇംറഅതു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖുർറത്തു ഐനിൻ, ഇതൊരു കൺകുളിർമയാണ്. ആർക്ക്? ഖുർറത്തു ഐനിൻ ലീ, എനിക്കൊരു കൺകുളിർമയാണ്. വലക, ഫിറഔനെ നിനക്കും ഒരു കൺകുളിർമയാണ് ഈ കുട്ടി. അതുകൊണ്ട് ലാ തഖ്തുലൂഹു, നിങ്ങൾ ഈ കുട്ടിയെ കൊല്ലരുത് കേട്ടോ. അസാ അൻ യൻഫഅനാ, ഈ കുട്ടി നമുക്ക് ഉപകാരം ചെയ്തേക്കാം. ഫിറഔനിന്റെ ഭാര്യ ഫിറഔനോട് പറയാണ്, ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലരുത്. ആൺകുട്ടികളെ പലരെയും കൊന്നു തീർത്തിട്ടുണ്ട്. ജനിക്കുന്ന ആൺകുട്ടികളെ വെറുതെ വിടുന്നില്ല. പക്ഷെ ഈ കുട്ടി നമുക്കൊരു കുളിർമയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലരുത്. അസാ അൻ യൻഫഅനാ, ഈ കുട്ടി നമുക്ക് ഉപകാരം ചെയ്തേക്കാം, ഉപകാരപ്പെട്ടേക്കാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടിയെ പോലെ ഏറ്റെടുക്കാം. നമുക്ക് നമ്മുടെ ഒരു കുട്ടിയെ പോലെ ഏറ്റെടുക്കാം. തള്ള പറയാ, വഹും ലാ യശ്ഉറൂൻ, വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ഗ്രാഹ്യമില്ലല്ലോ, ഇവർക്കറിയില്ലല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവർക്കറിയില്ലല്ലോ. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്, അല്ലാതെ ഒരു കഥയല്ല ഞാൻ പറയുന്നത്. എന്നിട്ടോ പെട്ടിയിൽ ഒഴുക്കി, പെട്ടിയിലാക്കി, വെള്ളത്തിലൊഴുക്കി. ഈ കുട്ടി മുന്നോട്ട് പോകുമ്പോ ഉമ്മ മൂസാ നബിയുടെ പെങ്ങളോട് പറഞ്ഞു, കൊച്ചു പെങ്ങളോട് പറഞ്ഞു, പിന്തുടരണം. ഈ പെട്ടിയുടെ പിറകെ വെള്ളത്തിലൂടെ പോകാൻ കഴിയില്ലല്ലോ, ദൂരെ ആണെങ്കിലും ഈ നദിയുടെ ഓരത്തുകൂടി നീ അതിനെ തുടരണം. എവിടെ എത്തുന്നു ഈ ബോക്സ്, ആരെടുക്കുന്നു, എല്ലാം നീ നിരീക്ഷിക്കണം, ദൂരെ നിന്നാണെങ്കിലും. ഖുർആൻ പറയാണ്, വഖാലത്ത്, ഉമ്മ പറഞ്ഞു, ലിയുഖ്തിഹി, മൂസാ നബിയുടെ പെങ്ങളോട് ഉമ്മ പറഞ്ഞു, ഖുസ്സീഹി, നീ അതിനെ തുടരണം. ഫബസുറത് ബിഹി അൻ ജുംബിൻ വഹും ലാ യശ്ഉറൂൻ, അതിനെ പിന്തുടർന്ന് എവിടേക്ക് പോകുന്നു, എവിടേക്കെത്തുന്നു എന്ന കാര്യമൊക്കെ കൃത്യമായി അതിനെക്കുറിച്ച് വഖാലത്ത് ലിയുഖ്തിഹി ഖുസ്സീഹി ഫബസുറത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യശ്ഉറൂൻ. ഖുർആൻ പറയാ. അങ്ങനെ കൊട്ടാരത്തിലെത്തി. ഒക്കെ ഖുർആനിലുള്ളതാണ്. കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ ഭാര്യയുടെ സംസാരം കേട്ട് ഫിർഔൻ അതിന് ഒതുങ്ങിക്കൊടുത്തു. ഈ കുഞ്ഞിന് മുലയൂട്ടാനുള്ള അന്നത്തെ സമ്പ്രദായം, മുലയൂട്ടാൻ ആളുകളെ വിളിക്കുക എന്നത് അവിടുത്തെ സമ്പ്രദായമാണ്. അവിടുന്ന് ഇങ്ങോട്ട് കുറേ കാലം പിന്നോട്ട് വന്നാലും മുന്നോട്ട് വന്നാലൊക്കെ നമുക്കത് കാണാം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായം മുമ്പേ നിലനിന്നു പോരുന്നതാണ്. ശരി,
അങ്ങനെ മുലയൂട്ടാനുള്ള സ്ത്രീകളെ വിളിച്ചു. അപ്പൊ അല്ലാഹു പറയാണ് വഹറംനാ അലൈഹിൽ മറാദിഅ മിൻ ഖബൽ. കുറേ ആളുകളെ മുലയൂട്ടാനുള്ള ശ്രമത്തിന് വേണ്ടി വന്ന മുഴുവൻ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന ആ സ്ത്രീകളുടെയും ആ മുലയൂട്ടൽ ആ കുട്ടിക്ക് അല്ലാഹു തആല നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തടഞ്ഞുവെച്ചു. ആര് മുല കൊടുക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഈ കുട്ടിക്ക് അത് യോജിക്കുന്നില്ല, കുട്ടി അതിന് റെഡിയാകുന്നില്ല. അപ്പോ പെങ്ങളുമെല്ലാം നുഴഞ്ഞു കയറി. പെങ്ങളിങ്ങനെ പടയുടെ ഓരത്തുകൂടി വന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് ദൂരെ നിന്ന് നോക്കിക്കണ്ട് ഈ പെങ്ങൾ പതുക്കെ ഈ ആൾക്കൂട്ടത്തിനിടയുടെ ഈ സംസാരത്തിനിടയിൽ കയറി വന്ന് പെങ്ങൾ ചോദിച്ചു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ. ഈ കുട്ടിക്ക് ഗുണകാംക്ഷയോടുകൂടി കുട്ടിക്ക് പറ്റാവുന്ന വിധത്തിൽ മുല കൊടുക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉമ്മാനോടെത്തിക്കാണ്. അത് അല്ലാഹു പറഞ്ഞത്. വിട്ടോ, ഞാൻ സംരക്ഷിച്ചോളാം, താങ്കളടുത്തേക്ക് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു തരാം എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ റിസൾട്ട് നടക്കുകയാണ് ഇവിടെ. എന്താ പറഞ്ഞത്? ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു. നോക്കുക ആ പ്രയോഗം, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും. ഈ കുട്ടിയെ സംരക്ഷിച്ച് മുലയൂട്ടാൻ പറ്റുന്ന ഒരു കുടുംബത്തിലെ ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? അങ്ങനെ അവിടെ സംസാരം നടക്കുന്നു. ദീർഘമായ തഫ്സീർ കാണാം. ആയത്തിൽ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ ആ സ്ത്രീയെ കൊണ്ടുവരാൻ പറയുന്നു. ആരാ വരുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലാഹു തആല കുഞ്ഞിന് ജന്മം നൽകാൻ കാരണക്കാരെയാക്കി വെച്ച ഉമ്മ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് വരുന്നു. പറഞ്ഞിട്ടുണ്ട് ഉമ്മയോട് നേരത്തെ, കേട്ടോ, പേടിക്കേണ്ടതില്ല എന്ന്. അങ്ങനെ ആ ഉമ്മ ഈ കുട്ടിയുടെ ഉമ്മയാണ് ഞാൻ എന്ന് വെളിപ്പെടുത്താതിരിക്കുവാനുള്ള മനോധൈര്യം കൊടുത്തത് അല്ലാഹു ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ കുട്ടിയെ മാറോട് ചേർത്തു പിടിച്ച് മുലയൂട്ടി ആ കുഞ്ഞിനെ വളർത്തുകയാണ്. ഞാനിത് പറഞ്ഞത്, ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത് എന്തിനാണ്? അല്ലാഹു തആല നിശ്ചയിച്ചത് ഫിർഔനിന്റെ കരങ്ങളിലൂടെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ വളരണമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ തട്ടിമാറ്റാൻ ലോകത്താര് പരിശ്രമിച്ചാലും നടക്കില്ല. ഇപ്പൊ നമ്മളെ ജീവിതത്തിലേക്ക് ഇത് ചേർത്തി വെച്ചാൽ എങ്ങനെ വായിക്കാൻ നമുക്ക്? നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഒന്നെന്താ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന വാക്കെന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. കണ്ടോ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ റബ്ബേ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല എന്ന് ഞാനിതാ പറയുന്നു. റബ്ബേ, ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നീ തരുന്ന ഒന്നിനെ തടയാൻ ലോകത്തൊരാളുമില്ല. ആരെന്ത് അസൂയ വെച്ചിട്ടും കാര്യമില്ല, ആരെന്ത് അഹങ്കാരം കാട്ടിയിട്ടും കാര്യമില്ല. പടച്ചവൻ ഒരാളെ അഭിവൃദ്ധിയിലെത്തിക്കാൻ തീരുമാനിച്ചാൽ അവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. അത് അവനുള്ള പരീക്ഷണമാണ്, അതവനുള്ള പരീക്ഷണമാണ്. നല്ല ആരോഗ്യഘടകാത്രനായ ഒരു ചെറുപ്പക്കാരനാണ് വീടിന്റെ താണി. അവനെ തിരിച്ചു വിളിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ ഏതൊക്കെ ഹോസ്പിറ്റലിലും ഏതൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചാലും അല്ലാഹുവിന്റെ തീരുമാനം അവനെ തിരിച്ചു വിളിക്കലാണെങ്കിൽ അതൊരു സെക്കൻഡ് നീട്ടിക്കൊടുക്കാൻ ഒരൊറ്റ വിശ്വഗ്രന്മാർക്കും സാധ്യമല്ല. നമ്മളെ വിശ്വാസത്തിന്റെ കാതലാണിത്. അത് നമുക്ക് ഓർമ്മ ഉണ്ടാണ്. പലരും ടെൻഷൻ പറയും, എന്റെ മോക്ക് 22 വയസ്സായി, കല്യാണം റെഡി ആയിട്ടില്ല, അതിന്റെ പേര് ഞാൻ ആകെ ടെൻഷനാണ്. അത് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, അങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? നല്ല സ്വാലിഹായ ഒരു മനുഷ്യന്റെ അന്വേഷണം വരുമ്പോൾ ഞാൻ തട്ടിമാറ്റിയിട്ടുണ്ടോ? അത് പറ്റാവുന്ന ചില ആളുകളിലേക്ക് എനിക്കിങ്ങനെ ഒരു മോളുണ്ട് എന്ന വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പുകളെല്ലാം എടുത്തിട്ടുണ്ടോ? എന്നിട്ടും നടക്കാതിരിക്കുകയാണോ? അള്ളാഹു ഒരു ഹൈറ് അതിന്റെ പിന്നിൽ വെച്ചിട്ടുണ്ട്, സമയമായിട്ടില്ല. അവളെ കല്യാണം കഴിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ മഞ്ചേരിയിലുണ്ട്, നിലമ്പൂരുണ്ട്. അവളെ കല്യാണം കഴിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ
ആ കാളികാവിലുണ്ട്, കരുവാരകുണ്ടിലുണ്ട്, കരുളായിലുണ്ട്, മരുതയിലുണ്ട്. അവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു വിവാഹത്തിനൊരു പെണ്ണിനെ. പലതും പോയി കണ്ട് ശരിയാകുന്നില്ല. കാരണം അള്ളാഹു അവന് നിശ്ചയിച്ച പെണ്ണ് നിങ്ങളുടെ മകളാണ്. സമയമാവണം. അതിന് ദിവസത്തെയും കാലത്തെയും മാസത്തെയും വർഷത്തെയും ശപിച്ചു പറയരുത്. അയൽവാസികളെ കുറ്റപ്പെടുത്തരുത്. കല്യാണ മുടക്കികൾ എന്നത് ലോകത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായണ്ടോ? ചിലരൊരു ഓന കല്യാണം മുടങ്ങൂല, പക്ഷെ ആ പണിയെടുക്കാൻ പാടില്ല എന്ന് മാത്രം. പല അങ്ങാടിയിൽ ബോർഡുകൾ വരെ വെക്കാറുണ്ട്. എന്താ അതിൽ എഴുതിയിട്ടുണ്ടാവുക? കല്യാണം മുടക്കികളെ സൂക്ഷിക്കണം എന്ന്. അങ്ങാടിയിൽ ആരും ഒന്നിറങ്ങിയാലും ചോദിക്കും എവിടുന്നാ വരുന്നത്. അതിന്റെ എല്ലാ വേരും അടിവേരടക്കം ഇവർക്ക് അറിയണം. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കാതിരിക്കുക എന്നതും ഒരു മുഅ്മിനിന്റെ അടയാളാണ്. എന്നിട്ട് എവിടേക്കാ പോണത്, എന്തിനാ വന്നത്, എവിടുന്നാ വന്നത്? ഒരു അപരിചിതനെ കണ്ടാ പരിചയപ്പെടാൻ അതിനൊന്നും പ്രശ്നമില്ല. വീട്ടിൽ വന്ന അതിഥികളോട് പോലും 3 ദിവസം എന്തിനാ വന്നതെന്ന് ചോദിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ ദീന്. കുത്തി അന്വേഷിക്കും, ഇങ്ങനെ ചൂടിന്ന് അന്വേഷിക്കും. ഇന്ന വീട്ടുകാർ എന്തിന് അപ്പൊ അയാളുടെ മോളെ ഒന്ന് കല്യാണം അന്വേഷിക്കാൻ എന്റെ മോന് വേണ്ടി. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളിട്ടോ. ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്ക് എന്തോ ഒരാശയക്കുഴപ്പമായി. ഒരു തിരിച്ചുപോയി. ഇവൻ പറഞ്ഞതുകൊണ്ടല്ല പോയത്. അത് അള്ളാഹു ഓനൊരു കാരണക്കാരനാക്കിയെന്ന് മാത്രം. മറിച്ച് അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഇവനും ഇവളും ചേരാനുള്ള തീരുമാനമില്ല. അതുകൊണ്ട് ആര് മുടക്കിയാലും മുടങ്ങൂല. പക്ഷെ ഈ ഏർപ്പാട് ഞാൻ മുടക്കിയാൽ മുടങ്ങൊന്നുമില്ല എന്നുള്ളത്, ഈ ഏർപ്പാട് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹ് എന്ത് തീരുമാനിച്ചോ? എന്റെ കുടുംബത്തിൽ ആർക്കും ക്യാൻസർ ഇല്ല, ഒരാൾക്ക് വന്നു. എന്താ ഇങ്ങനെ? അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുകയാണ്. ഇതാ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോന്റെ കിഡ്നി തകരാറിലായിരിക്കുന്നു. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഡോക്ടർമാർക്ക് പോലും കാരണം കണ്ടെത്താനാവാത്ത, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നറിയാത്ത പെട്ടെന്നനെയുള്ള മരണം സംഭവിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പറയാന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ പറയണത് ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾ പഠിച്ച മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഞങ്ങൾക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു തീരുമാനിച്ചതിനപ്പുറം ഒന്നും നടക്കൂല. ആ വിശ്വാസമുണ്ടോ? എന്നാ പിന്നെ നിരാശയുടെ വർത്തമാനം ഉണ്ടാവില്ല. ഒരു മുസ്ലിം 3 കാര്യം കിട്ടിയാൽ ടെൻഷൻ പറയാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. 3 കാര്യം നിങ്ങൾക്കുണ്ടോ, പിന്നെ ടെൻഷൻ പറയാൻ പാടില്ല. എന്താ ചെയ്യ, അങ്ങനെ ഇങ്ങനെ എന്ന് വർത്തമാനം പറയാൻ പാടില്ല. 3 കാര്യം കിട്ടിയാൽ, ഒന്ന് നിനക്ക് താമസയോഗ്യമായൊരു വീടുണ്ട്. മസ്കനുൻ സ്വാലിഹുൻ, താമസയോഗ്യമായൊരു വീട്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വെള്ളവും വെയിലും കൊള്ളാതെ വീട്ടിൽ സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന ഓടിട്ട വീടാകട്ടെ, കോൺക്രീറ്റ് സ്ലാബുള്ള വീടാകട്ടെ, ഒരു മാന്യമായ വീട് നിനക്കുണ്ടെങ്കിൽ പിന്നെ നീ ദുനിയാവിലെ 3 സഅദത്തിൽ 1 നിനക്ക് ലഭിച്ചു. 2, ആരോടും ചോദിക്കാതെ, ആരുടെ വീട്ടിലും പോയിട്ട് ഇങ്ങനെ ഒന്ന് ചാവി തരുമെന്നൊക്കെ ചോദിക്കാതെ നമുക്കൊറ്റക്ക് പോകാൻ പറ്റിയ ഒരു വാഹനം നമുക്കുണ്ടാവുക. നമുക്കിഷ്ടമുള്ള സമയത്ത് 2 മണിക്ക് പോകണം, ശരി, ഒരാളെ കാത്തിക്കേണ്ട ആവശ്യമില്ല. 3 മണിക്ക് പോകണം, 5 മണിക്ക് പോകണം, സുബൈക്ക് പോകണം, പാതിരാത്രിക്ക് പോകണം. അങ്ങനെ പറ്റാവുന്ന ഒരു വാഹനം നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ദുനിയാവിലെ 2ാമത്തെ സഅദത്ത് നിനക്ക് ലഭിച്ചു. 3, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഅത്തുൻ സ്വാലിഹ, നല്ല ഒരു ഇണയെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, 5 നേരം നമസ്കരിക്കുന്ന, ഭർത്താവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ പരലോകത്തെ ഓർക്കുന്ന മർഅത്തുൻ സ്വാലിഹ, നല്ലൊരു ഭാര്യയെ നിനക്ക് കിട്ടി. ഈ 3 സൗഭാഗ്യവും കിട്ടിയാൽ ദുനിയാവിൽ ഒരു മനുഷ്യന് തരേണ്ട 3 സൗഭാഗ്യങ്ങളും അള്ളാഹു കൊടുത്തു എന്നാണ് അള്ളാഹു തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ആളുകൾക്ക് 2 ഉണ്ടാവും, നല്ല വീട്, നല്ല വാഹനം, പക്ഷെ നല്ല ഇണയെ കിട്ടിയിട്ടുണ്ടാവില്ല. രാത്രി 11 മണിയായിട്ടും 12 മണിയായിട്ടും വീട്ടിലേക്ക് പോകുന്നില്ല. നല്ല വാഹനമുണ്ട്, നല്ല വലിയ വീടുണ്ട്, നല്ല സൗകര്യമുള്ള പറമ്പുണ്ട്, പക്ഷെ വീട്ടിലേക്ക് പോകാൻ സമാധാനം കിട്ടുന്നില്ല. മർഅത്തുൻ സ്വാലിഹ അവന് കൊടുത്തിട്ടില്ല. അതൊരു പരീക്ഷണമാണ്. പ്രവാചകന്റെ 9 ഭാര്യമാർ നിൽക്കുമ്പോൾ ചോദിച്ചു,
നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്താണ്? ഖുലുഖുഹു അൽ ഖുർആൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്വഭാവം കൂടിയാലോചനയ്ക്ക് ശേഷമല്ല പറഞ്ഞത്, ഞങ്ങളൊന്ന് മീറ്റിംഗ് കൂടട്ടെ എന്നല്ല പറഞ്ഞത്. ചോദിച്ച ഉടനെ പറഞ്ഞു ഖുലുഖുഹു അൽ ഖുർആൻ. ഞങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനാണ്. 9 ഭാര്യമാരൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ആകെയുള്ള ഒരു ഭാര്യയോട് നിങ്ങളുടെ അയൽവാസി ചോദിക്കുന്നു, എന്താ നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളത്? തലേ ചൊറിയുന്നുണ്ടോ? ആലോചിക്കണമെന്ന് പറയുന്നുണ്ടോ? ഏതായാലും 2 കുട്ടികളായില്ലേ എന്ന് മറുപടി പറയുന്നുണ്ടോ? ഏതായാലും 10 വർഷം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഇങ്ങനെ പോവട്ടെ എന്ന് പറയുന്നുണ്ടോ? ആത്മപരിശോധനയ്ക്ക് വിധേയരാകണം. ആത്മപരിശോധനയ്ക്ക് വിധേയരാകണം. ഞാൻ സാന്ദർഭികമായിട്ട് ഈ വിഷയത്തിന്റെ കൂട്ടത്തിൽ ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും സർവശക്തനായ അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വന്നത്. നല്ല യൗവനമായി 2 ഗോത്രങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ടു. മൂസാ നബിയുടെ ആ ടീമിൽപ്പെട്ട ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ടു, ഒരടി കൊടുത്തു, അയാൾ മരിച്ചു വീഴുന്നു. ഈ ചരിത്രത്തിലേക്കൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടതും മനസ്സിലാക്കിയതുമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകനായി ഫിർഔനിന്റെ മുന്നിലേക്ക് വരുന്ന രംഗമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്ത് ത്വാഹയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറയുന്നത്, അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുന്നത്. ഒടുവിൽ ഒരു രക്ഷയില്ല, ഫിർഔൻ ഉപദ്രവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, ദ്രോഹം മാത്രം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, വലഖദ് ഔഹൈനാ, നാം ബോധനം നൽകി, ഇലാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ബോധനം നൽകി. എന്താ നൽകിയത്? അന്നസ്രി ബിഇബാദി, എന്റെ അടിമകളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടോളൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയണേ, എന്റെ അടിമകളെയും കൂട്ടി, മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളെയും കൂട്ടി പൊയ്ക്കോളൂ. ഫളിരിബ് ലഹും ത്വരീകം ഫിൽ ബഹരി യബസൻ ലാ തഖാഫു ദറകൻ വലാ തഖ്ശ. നേരത്തെ മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞ പോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയണേ, പൊയ്ക്കോളൂ, രാത്രി പുറപ്പെട്ടോളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു ത്വരീക്ക്, ഒരു വഴി, ഉണങ്ങിയ വഴി കടലിൽ നീ കാണിച്ചു കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകും. പൊയ്ക്കോളൂ, പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോകാൻ പറയുന്നു. പുറപ്പെടുന്നു. ഈ വിവരം ആരറിയുന്നു? ഫിർഔൻ അറിയുന്നു. ചരിത്രത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ വിട്ട് ഇന്ന് മുഹറത്തിന്റെ ഈ 10ന്റെ അന്ന് നാം നോമ്പെടുക്കുന്നതിന്റെ ഏറ്റവും ആ മുഹൂർത്തമായ ചരിത്രം പറയാനാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു. ശരി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെട്ടു. ഫിർഔൻ വിവരമറിഞ്ഞു. ഫിർഔനും കൂട്ടാളികളും, പ്രിയപ്പെട്ടവരെ, ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ടീമിനെയും ഫോളോ ചെയ്തു. അവർ നദീതീരത്തെത്തി. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉണങ്ങിയ വഴി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ അറിയില്ല, എങ്ങനെയെന്നറിയില്ല. ആ സമയത്ത് കൂടെയുള്ള ആളുകൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇതാ ഇന്നാ ലമുദ്റകുൻ, ഇപ്പൊ നമ്മളെ പിടികൂടും, ഇനി നമുക്ക് രക്ഷയില്ല. പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, നമ്മൾ രാത്രി പുറപ്പെട്ടൊക്കെ ശരിയാണ്. പക്ഷെ അവര് വിവരമറിഞ്ഞു, മൂർച്ചയേറിയ ആയുധങ്ങളുമായി നമ്മുടെ പിറകിലിതാ നേരെ കണ്ണുകൊണ്ട് കാണാവുന്ന ദൂരത്തെത്തിയിരിക്കുന്നു ഫിർഔനും ടീമും. അല്ലാഹു തആല പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ആ വടി കൊണ്ടൊന്ന് വെള്ളത്തിലടിക്കണം. അടിച്ചു. 2 ഭാഗത്തേക്കും പർവ്വതം കണക്കെ, ഖുർആൻ പ്രയോഗിച്ച വാക്ക് കത്തൗദിൽ അളീം, വലിയ പർവ്വതം പോലെ വെള്ളം 2 ഭാഗത്തേക്ക്, 2 പർവ്വതങ്ങൾ നിൽക്കുന്നത് പോലെ മാറി നിന്നു. ഖുർആനാ പ്രയോഗിച്ചത്, ഇതൊന്നും കഥയല്ല. കത്തൗദിൽ അളീം, വലിയ പർവ്വതം കണക്കെ ആ വെള്ളം 2 ഭാഗത്തേക്ക് അങ്ങ് മാറി നിന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ടീമും ആ ഉണങ്ങിയ വഴിയിലേക്ക് ഇറങ്ങി. ത്വരീഖൻ യാബിസ,
ഉണങ്ങിയ വഴിയിലേക്ക് ഇറങ്ങി. വെള്ളം മുമ്പൊഴുകിയ ഒരു നദിയുടെ അടയാളം പോലും ബാക്കി വെക്കാതെ ഉണങ്ങിയ ഒരു പ്രതലം, രണ്ടു ഭാഗത്തേക്കും മാറി നിന്ന പർവ്വതം കണക്കെ വെള്ളം ഇങ്ങനെ മാറി നിന്ന ഈ രണ്ടു ഭാഗത്തുമുള്ള മതിൽക്കെട്ടിനുള്ളിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ടീമും നടന്നു. മധ്യത്തിലെത്തുമ്പോഴേക്ക് ഫിർഔനും ടീമും ഇക്കരയെത്തി. അവർ അക്കരയിലെത്തുമ്പോഴേക്ക് ഫിർഔനും ടീമും വെള്ളത്തിന്റെ നടുവിലെത്തി. ഇവരെല്ലാവരും കരയിൽ കയറിയെന്ന് ഉറപ്പ് വന്നപ്പോ സർവശക്തനായ അല്ലാഹു മലകണക്കെ നിൽക്കുന്ന, പർവ്വതം കണക്കെ മാറി നിൽക്കുന്ന വെള്ളത്തിന്റെ രണ്ട് മതിൽക്കെട്ടുകളോട് കൂടിച്ചേരാൻ പറഞ്ഞു. അപ്പൊ ഫിർഔൻ പറഞ്ഞു, ലമ്മാ അഗ്റഖല്ലാഹു ഫിർഔന, ഖുർആൻ പറയാ, ഫിർഔനിനെ നാം മുക്കിക്കൊല്ലുന്ന സന്ദർഭത്തിൽ, ഖാല, അപ്പൊ ഫിർഔൻ പറഞ്ഞു, ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമൻതു ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ വിശ്വസിച്ച അല്ലാഹുവില്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി തുടർന്ന് കുറെ ആയത്തുകളിലുണ്ട്. കഴിഞ്ഞ ധിക്കാരങ്ങളും കഴിഞ്ഞുപോയ വർത്തമാനങ്ങളും എല്ലാം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ നമുക്കുണ്ട പാഠം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ പാഠം നമുക്ക് മനസ്സിലാകാനാണ് ഈ ചരിത്രം കൊണ്ടുവരുന്നത്. ചില ആളുകൾക്ക് എത്ര കേട്ടാലും, ജുമഅക്കൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ വിശ്വാസം കിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറൂല. ജുമഅക്ക് വരുന്ന ഒരാളെ ഫിറഔനോട് ഉപമിച്ചിട്ടില്ല കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ഒരാളെ ഫിറഔനിനോട് ഉപമിക്കാനല്ല ഇത് പറയുന്നത്. പക്ഷെ നമുക്ക് ചില പാഠങ്ങൾ ഉണ്ടാവണം. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന വിധത്തിൽ കേട്ടാലും അറിഞ്ഞാലും മനസ്സിന് യാതൊരു മാറ്റമില്ല. ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ, നമുക്കൊരു മുസ്ലിം എന്ന നിലക്ക് നിർവഹിക്കേണ്ട ഈ ചരിത്രമായിട്ട് ബന്ധമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഈ രക്ഷപ്പെട്ടതിന് ശേഷം പറയുന്നത്, മിസ്റിൽ, ഈജിപ്തിൽ പോയി കുറെ വീടുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്നിച്ച് താമസിക്കാനാണ്. അവിടെ കുറെ തഫ്സീർ പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ എല്ലാവരോടും ഒരേ സ്ഥലത്ത് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും ആ ഒന്നിച്ച് താമസിക്കാനും ശത്രുക്കൾ വരുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള മെസ്സേജുമൊക്കെ അള്ളാഹു നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പറയാം, നിങ്ങളെ വീടുകൾ നിങ്ങൾ എന്താക്കണം? അള്ളാഹുവിനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളാക്കണം. നമസ്കാരം നിങ്ങൾ മുറതെറ്റാതെ നിർവഹിക്കണം. ഇതൊക്കെ അതിന്റെ ബാക്കിയാണ്, അതൊക്കെ ആയത്താണ്, ചരിത്രമല്ല. എന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടും നമുക്ക് ദീനിന്റെ കാര്യം മദ്രസയിൽ നിന്ന് ഇങ്ങനെയൊന്നുമല്ലല്ലോ, മദ്രസയിൽ നിന്ന് തന്നെ കേട്ടിട്ടും നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും ജാഗ്രത പാലിക്കാത്തവർ ഈ പള്ളിയിൽ ഉണ്ടാവാം. ഒന്നും വലിയൊരു ഗൗരവത്തിൽ കാണുന്നില്ല. പണിക്ക് പോകുമ്പോൾ ളുഹറില്ല, പണിക്ക് പോകുമ്പോൾ അസറില്ല, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടായേക്കാം. നഊദു ബില്ലാഹ്. അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. 2:30ക്കും 3:30ക്കും കളി കണ്ടിട്ട് സുബഹില്ല. ഞാൻ അവിടേക്ക് മുമ്പത്തെ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ആവർത്തിക്കുന്നില്ല. എത്രമാത്രം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും ധിക്കാരം. ഫിറഔനിന്റെ പദവിക്കും അവന്റെ സ്ഥാനത്തിനും അനുസരിച്ചുള്ള അഹങ്കാരവും വലിയ പൊങ്ങച്ചവും കാണിച്ചപ്പോ നമ്മളൊക്കെ നിസ്സാരന്മാരാണ്, സാധാരണക്കാരാണ്, നമുക്ക് പറ്റാവുന്ന അഹങ്കാരവും ധിക്കാരമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന ഇവിടെ ഉണ്ടാകണം. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ചരിത്രങ്ങളെ ഒന്നുകൂടി ചുരുക്കി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മദീനയിലെത്തുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മദീനയിലെത്തുമ്പോൾ ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, മദീനയിലെത്തിയപ്പോൾ ഫവജദൽ യഹൂദ, യഹൂദികളെ കണ്ടു, ജൂതന്മാരെ കണ്ടു. യസൂമുന യൗമ ആശുറാ, മുഹറം 10 അന്ന് ജൂതന്മാരൊക്കെ നോമ്പെടുക്കുന്നത് കണ്ടു. ഫഖാല മാ ഹാദാ, ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത്, നിങ്ങളെന്താ ഇന്ന് നോമ്പെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. നജ്ജല്ലാഹു ബനീ ഇസ്രായീല, ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ടീമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. മിൻ അദുബിഹിം, അവിടെ ശത്രുക്കളിൽ നിന്ന്. അതുകൊണ്ട് ഫസാമഹു മൂസ, ആ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്തിട്ടുണ്ട് എന്ന്
യഹൂദികൾ മദീനയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മുത്തുനബി സഹാബത്തിനോട് ഉടനെ പറഞ്ഞു, ഫഅന അഹഖു ബിമുസാ മിൻകും. ഈ പറഞ്ഞവരോടും പറഞ്ഞു, നിങ്ങളെക്കാൾ കടപ്പാടുള്ളത് മൂസാ നബിയോട് എനിക്കാണ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത് എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹാബത്തിനോട്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9-നും 10-ന് എന്തായാലും നമ്മൾ നോമ്പെടുക്കുന്നു, മുഹറം 9-നും നോമ്പെടുക്കുകയാണ്. പക്ഷേ അടുത്ത മുഹറത്തിലേക്ക് എത്താൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം കിട്ടിയില്ല. മുഹറം ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ്, അറബി മാസത്തിൽ ആദ്യത്തെ മാസമാണ്. റബീഉൽ അവ്വലിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അവിടുത്തെ ഖൗല് ഹദീസിൽ കിടക്കുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9-നും നോമ്പെടുക്കും. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ജൂതന്മാരോട് എതിരാവാനാണ് മുഹറം 9-ന് നോമ്പെടുക്കുമെന്ന് പറഞ്ഞത്. ഒരാൾക്ക് 9-ഉം 10-ഉം എടുക്കാം. എതിരാവുക എന്ന ലക്ഷ്യത്തോടുകൂടി 9-ന് കഴിയില്ലെങ്കിൽ 10-ഉം 11-ഉം എടുക്കാം എന്ന് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ച സ്ഥലത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈ ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരി, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി ഫിർഔൻ, നാളെ പരലോകത്ത് കടുത്ത വേദന, കടുത്ത ശിക്ഷ അനുഭവിക്കുന്നവരിൽ ഒരാളായിരിക്കും ഫിർഔൻ എന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫിർഔൻ അവസാനം അതിന്റെ പാഠമാണല്ലോ നമ്മൾ പറയുന്നത്. ഈ മുങ്ങിച്ചാവുന്നു എന്ന് കണ്ടപ്പോ ആമൻതു എന്ന് പറഞ്ഞപ്പോ അള്ള കൊടുത്ത മറുപടിയിൽ ഒരു വാക്ക് ഞാൻ പറയാം, അൽ ആൻ, ഇപ്പോഴാണോ? അല്ല ചോദിച്ചതാ, അൽ ആൻ, ഇപ്പോഴാണോ? വഖദ് അസൈത ഖബൽ, ഒരുപാട് ധിക്കരിച്ചല്ലോ, അനുസരണക്കേട് കാട്ടിയല്ലോ മുമ്പ്. വകുൻത മിനൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ വലിയൊരാളായി തലവനായി നിന്നല്ലേ, ഇപ്പോഴാണോ മനമാറ്റമുണ്ടാകുന്നത്? ഇതിനെ വിശദീകരിച്ച സ്ഥലത്ത് പണ്ഡിതന്മാര് പറയാ, ഒരു മനുഷ്യന് അല്ലാഹു തആല 60-ാമത്തെ വയസ്സിലാ നന്മ തോന്നിയത്, പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, നന്നായിക്കോ, രക്ഷപ്പെടും. 68-ാമത്തെ വയസ്സിലാണ് ഒരാൾക്ക് മനസ്സിന് മാറ്റമുണ്ടായത്, അതുവരെ നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല, ഇപ്പൊ ശരിയാവണം തോന്നി, റെഡിയായിക്കോ, അള്ളാഹു നിനക്ക് സൗഭാഗ്യം തരും. പക്ഷേ നീ ഹോസ്പിറ്റലിന്റെ ബെഡിലാണ്, നീ ആംബുലൻസിന്റെ ചീറിപ്പായുന്ന അലാറമിട്ട വാഹനത്തിലെ പ്രിയപ്പെട്ടവരെ സ്ട്രെച്ചറിൽ കിടക്കുകയാണ്, നിന്റെ ചക്രശ്വാസം വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിനക്ക് തോന്നുന്നു ഇനി രക്ഷല്ല, ഞാൻ പോവാണ്, എന്നെ എന്തോ മരണത്തിന്റെ വേദന പിടികൂടിയിട്ടുണ്ട്, നിനക്കൊരു ഒറകറ ശബ്ദം വന്നിട്ടുണ്ട്, അല്ലാ ഇനി അവസരം തന്നാൽ ഞാൻ നന്നാവാം, തരില്ല, ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കില്ല. ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, വീണ് എഡ്ജിറങ്ങി തലയടിച്ച് രക്തം ഇങ്ങനെ വാർന്നൊലിച്ച് ആംബുലൻസിലോ വാഹനത്തിലോ എടുത്തു വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഒലക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ, കുറെ രക്തം പോയിട്ടുണ്ട് തലേന്ന്, രക്ഷപ്പെടും തോന്നണില്ല, എന്നാലും നമുക്ക് കൊണ്ടുപോയി വെക്കാം, മാക്സിമം വേഗതയിൽ പോവുക, ഇതൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, തിരിച്ചു പറയാനൊന്നും കിട്ടൂല മരണത്തോട്. എന്നിട്ട് നമ്മൾ പറയും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആള് മരിച്ചു, നിലമ്പൂരിക്കെത്തുന്നതിന് മുമ്പ് മരിച്ചു, ഇടക്കരക്കെത്തുന്നതിന് മുമ്പ് മരിച്ചു. നല്ലവനാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ മോശപ്പെട്ട ഒരുത്തനാണെങ്കിൽ ആ സമയത്ത് നിന്റെ മനസ്സിൽ തോന്നിയ കരുണച്ചിയിൽ നിന്ന് നീ വീണിട്ട് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് വാഹനത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്ത് നിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളുണ്ടല്ലോ, നന്നാകാമായിരുന്നു, ശരിയാകാമായിരുന്നു, പടച്ചവന്റെ മുന്നിൽ എനിക്ക് ദീനിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാമായിരുന്നു എന്നാലോചിക്കുന്ന ഘട്ടമുണ്ടല്ലോ, മരണം നിന്നെ പിടികൂടാൻ തുടങ്ങിയിട്ടുണ്ട്, എങ്കിൽ നിനക്ക് രക്ഷയില്ല. പക്ഷെ ചില ആളുകൾക്ക് അപ്പോഴാ ഓർമ്മ വരിക, ഫിറൗന് ഓർമ്മ വന്ന പോലെ. അതുകൊണ്ട് അല്ലാഹു ചോദിച്ചു, അല്ലാൻ, ഇപ്പോഴാണോ? അൽആൻ, ഇപ്പോഴാണോ? ഇപ്പോഴാണോ? കുറെ ധിക്കരിച്ചിട്ടുണ്ടല്ലോ, കുറെ എതിർത്തിട്ടുണ്ടല്ലോ, ഫസാദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുന്നിൽ നിന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കണം, ആലോചിക്കണം. സർവശക്തനായ അല്ലാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ചരിത്രത്തിന്റെ ഒരുപാട് വശങ്ങൾ ഇനി നിങ്ങൾ വായിക്കണം. ഞാനീ പറഞ്ഞ ആയത്തുകളിൽ അതിന്റെ തഫ്സീറുകൾ വായിച്ചാൽ ഇതിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ആ പെൺകുട്ടിയുടെ മനോധൈര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഖുർആൻ. ആ തഫ്സീറുകൾ ഒറ്റയ്ക്ക് പോകുന്നത്, നിരീക്ഷിക്കുന്നത്, ചെറിയൊരു കുട്ടിയാണ്,
എന്നിട്ട് ആ പ്രശ്നത്തിന്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ഉമ്മയെ അവിടെ എത്തിക്കുവാനുള്ള സംസാരം നടത്തുന്നത്, അതൊക്കെ പാഠമുണ്ട് എന്നാണ് മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ചില ആളുകൾ പറയും, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം അറിയില്ലേ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വഴി ഉണ്ടാക്കി തരുമെന്ന്, എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഖുർആൻ പ്രയോഗിച്ച വാക്ക് അല്ലെ, കടലിലടിച്ചോളൂ. ഫംഫലക, ഞാൻ ആ കഥ ചരിത്രം പറഞ്ഞു, ഖുർആന്റെ വാചകം കൂടി പറഞ്ഞുള്ളൂ. അപ്പൊ പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ, ഓരോ ഭാഗമായതും കത്തൗദിൽ അളീം, വലിയ പർവ്വതം പോലെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല ഈ വടി കൊണ്ടടിച്ചാൽ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറുമെന്ന്, വടി നിലത്തിട്ടാൽ പാമ്പാകുമെന്ന്. അവരെറിഞ്ഞ കയറുകളെയും വടികളെയും ആ സർപ്പങ്ങളായി തോന്നിയതിന് വിഴുങ്ങിക്കളയുമെന്ന്. ഇല്ല സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല. തന്റെ മകൻ അറുക്കാൻ കൊണ്ടുപോകുമ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ പകരം ഒരാടിന് അറുത്താൽ മതി എന്ന ഒരു വിളംബരമുണ്ടാകും, ഒരു വഹയുണ്ടാകുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല. അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ, അതിലൊക്കെ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് എന്ന് ഖുർആൻ പറഞ്ഞ വാചകത്തെ നാം ഓർക്കണം. അല്ലാഹു ഏറെ ഏറെ ആലോചനക്ക് തയ്യാറാകുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു വാചകം, സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ. ഈ ആയത്ത് നമ്മൾ വിട്ടുപോയിട്ട് അതിന്റെ തഫ്സീർ ഒന്ന് മറിച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനുണ്ട്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 62-ാമത്തെ വചനം. എന്താണ് വചനം? സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ, മുമ്പ് കഴിഞ്ഞുപോയവരുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച അതേ നടപടിക്രമം. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ, അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും നീ കണ്ടെത്തുകയില്ല. ഇതിനെന്തിനാ വിശദീകരിച്ചറിയോ? ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നറിയോ? അള്ളാഹു തആല ധിക്കാരികളെ ഒതുക്കിയ ഒരു ശൈലിയുണ്ട്, സ്വേച്ഛാധിപതികളെ ഒതുക്കിയ ഒരു രൂപമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടകക്കൂട്ടങ്ങൾ ചാവി കൊണ്ടവനാണ്, അല്ലാതെ സ്വത്ത് കൊണ്ടവനല്ല. സ്വത്ത് സൂക്ഷിച്ച ഖജനാവിന്റെ താക്കോല് കൊണ്ടവനാണ് ഒട്ടകക്കൂട്ടങ്ങൾ. പക്ഷേ അവരെ ഒതുക്കിയ ഒരു രീതിയുണ്ട് അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ. ഭൂമിയിലേക്ക് അവരുടെ കൊട്ടാരത്തെയും ആയിത്തിക്കളഞ്ഞ സംഭവമുണ്ട്. അങ്ങനെ ഒരു ടീമേ ഇവിടെ ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു തആല ചില നടപടിക്രമങ്ങൾ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. സ്വവർഗരതിയുടെ ആണിനെ തന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന്റെ ഒരു അതിപ്രസരം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സമുദായം നടത്തിയപ്പോൾ അല്ലാഹു തആല ഇങ്ങനെ ഭൂമിയെ എങ്ങനെ അങ്ങോട്ട് പൊക്കി. ഭൂമിക്ക് പാളികളാണല്ലോ, അവരുടെ മരങ്ങളും ചെടികളും അവരുണ്ടാക്കിയ നാക്കാലി കൂടുകളും വീടുകളും അടക്കം മണ്ണടക്കം അല്ലാഹു ഇങ്ങനെ പൊക്കിയിട്ട് നേരെ തലകുത്തരം അങ്ങോട്ട് മറിച്ചു. നേരെ എങ്ങനെ പൊക്കി, അപ്പം മറിച്ചിടുന്ന പോലെയാണ്. നേരെ അങ്ങോട്ട് പൊക്കി, മണ്ണടക്കം പൊക്കിയിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചങ്ങ് മറിച്ചിട്ടു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവിടെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല. വെള്ളക്കെ 100 അടി ഹൈറ്റിലേക്കൊക്കെ, ഒരു 10 നില കെട്ടിടത്തിന്റെ 9 നില കെട്ടിടത്തിന്റെ ഉയരത്തിലൊക്കെ പെട്ടെന്ന് കടൽ ഉയരുന്ന പറഞ്ഞാൽ നമ്മളത് സുനാമി ഉണ്ടാണ് വരെ നമ്മൾ വിശ്വസിക്കുമോ? ഇപ്പൊ ആളുകൾ വിശ്വസിച്ചില്ലേ? 100 അടി ഹൈറ്റിൽ 1526 കിലോമീറ്റർ വേഗതയിൽ എല്ലാവരും, അത്യാവശ്യം എല്ലാവരും ഡ്രൈവ് ചെയ്യണമല്ല. 60, 70, 80 സ്പീഡ് കഴിഞ്ഞാലും 100 നമുക്ക് അനുവാദമില്ല അവിടെ. ഇനി അതിന് പറ്റാവുന്ന ഒരു സ്ഥലത്ത് 100-ലൊക്കെ വിട്ടാൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. 120, 130 പോയാൽ. ഇത് എത്ര വേഗതയിലാണ് വെള്ളം വന്നത്? 1526 കിലോമീറ്റർ വേഗതയിൽ. അപ്പൊ അതിന്റെ വേഗത എത്രയായിരിക്കും? എത്ര ഹൈറ്റിലാണ് വന്നത്?
100 അടി ഹൈറ്റിൽ, 100 അടി പെട്ടെന്ന് കടല് 100 അടി ഹൈറ്റിലേക്ക് അങ്ങോട്ട് ഉയർന്നു. ഒരൊറ്റ വരവാ. അത് കണ്ട് കേട്ടു, വീഡിയോ കണ്ടു, അത് രേഖപ്പെടുത്തി. അപ്പൊ എല്ലാവരും വിശ്വസിക്കാൻ റെഡിയായി. അള്ളാഹ് ഭൂമിയെ തന്നെ ഇങ്ങനെ പൊക്കിയിട്ട് നേരെ തലകുത്തൻ അങ്ങോട്ട് മറിച്ചു, അപ്പം മറിച്ചിട്ട പോലെ. അതുകൊണ്ട് ഈ വാക്കിലെല്ലാം ഒതുങ്ങും. സുന്നത്തുല്ലാഹി ഫിൽ ലദീന ഖലൗ മിൻ ഖബൽ. അള്ളാഹു മുൻഗാമികളിലൂടെ കൊടുത്ത ചില നടപടിക്രമങ്ങളുണ്ട്, രീതിയുണ്ട്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അതിൽ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ യാതൊരു മാറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് ഇനിയും ഉണ്ടാകാം, അവസാനിച്ചു എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല എന്നതാണ് സർവശക്തനായ അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക ദീനിൽ, അതേ വഴിയുള്ളൂ. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് സ്വേച്ഛാധിപതികൾ അധികാരത്തിൽ വന്നാലും, ഏതൊക്കെ നാടുകളെ വിറപ്പിക്കാൻ ശ്രമിച്ച ഏതൊക്കെ ധിക്കാരികൾ ഉണ്ടെങ്കിലും, താൽക്കാലികമായി പാവപ്പെട്ടവരെ ക്രൂരമായി ഉപദ്രവിക്കാൻ തയ്യാറായ ലോക ചരിത്രത്തിൽ മുമ്പേ നടന്നതുപോലെ ഇനിയും ഒരു പക്ഷെ ആവർത്തിച്ചു മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, വകാന ഹഖ്ഖൻ അലൈനാ. ഖുർആൻ പറയാ വകാന ഹഖ്ഖൻ അലൈനാ. അല്ലാഹ് പറയണേ എന്റെ മേൽ ബാധ്യതയുണ്ട്. അല്ലാഹ് പറയാ എന്റെ മേൽ ബാധ്യതയുണ്ട്. നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനുകളെ സഹായിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. നമ്മളെ കണ്ണിൽ ചിലപ്പോ വൈകിയല്ലോ, ഫലസ്തീനിലൊക്കെ എന്താ ഇങ്ങനെ ചിന്തിക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനം ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഖൈറാകാൻ കാത്തിരിക്കുകയായിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ റെഡി ആയിക്കോളൂ. എന്തേ അള്ളാഹിനെ സഹായിക്കുക? ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിലാണ് സഹായിക്കാൻ പൈസ കൊടുക്കുക. അള്ളാഹിനെ എങ്ങനെ സഹായിക്കൽ? അവൻ പറഞ്ഞ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ റെഡി ആയിക്കോ. അള്ളാഹു വെച്ച നിബന്ധനകൾ പാലിച്ച് ജീവിച്ചോ, അവൻ പറഞ്ഞ ഇബാദത്ത് ചെയ്ത് ജീവിച്ചോ, എങ്കിൽ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാലുകളെ അവൻ ഉറപ്പിച്ചു നിർത്തും. പക്ഷെ അള്ളാഹു വെച്ച ഡിമാൻഡ് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറായിക്കോ. ഇനി ധാരാളം ആയത്തുകൾ കാണാം. നിങ്ങൾക്ക് ചില ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം കേട്ടോ. ഖാലൂ ഊദീനാ മിൻ ഖബൽ അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ. ഇത് മൂസാ നബി വന്നപ്പോൾ ആളുകൾ പറഞ്ഞ വാക്കാണ്. മൂസാ നബി ആളുകൾക്കിടയിലേക്ക് നബിയായി വന്നപ്പോൾ ആളുകൾ പറഞ്ഞ വാക്കെന്താ അറിയോ? നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്, ഈ ഫിറഔനും ടീമും. നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ധാരാളം ഉപദ്രവമാണ്. അപ്പോ മൂസാ നബി അവരോട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഖാല മൂസാ നബി പറഞ്ഞു, അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും. അള്ളാഹു നിങ്ങളുടെ മുന്നിലുള്ള ശത്രുക്കളെ അള്ളാഹു തആല നശിപ്പിച്ചേക്കാം. എന്നിട്ടോ വയസ്തഖ്ലിഫക്കും ഫിൽ അർളി. എന്നിട്ട് നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു അധികാരവും കേട്ടോ അതിന്റെ എന്താ പറയാ ഇവിടെ കൃത്യമായി മുന്നോട്ട് പോകാനുള്ള നടപടിയും അള്ളാഹു നൽകിയേക്കാം. എന്തിന്? ഫയൻളുറ കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കാൻ, നോക്കാൻ. ഖലീഫ എന്നുള്ള പദമൊക്കെ പിൻഗാമി, അതാണ് പ്രയോഗിച്ച വാക്ക്. നിങ്ങളുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിച്ചേക്കാം. നിങ്ങളിപ്പോ ഭയപ്പെടണ്ട, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉപദ്രവിക്കണ്ട്, ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ ദ്രോഹം അനുഭവിക്കുന്നു. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനെ കേട്ടോ എന്തെങ്കിലും അർത്ഥത്തിൽ പിറുപിറുത്ത വർത്തമാനം പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിച്ചു തന്നേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വയസ്തഖ്ലിഫക്കും, നിങ്ങൾക്ക് ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ പിന്തുടർച്ചാവകാശങ്ങളും നൽകിയേക്കാം. ഫില്ലർ, ഭൂമിയിൽ. ഉണ്ടായില്ലേ? എന്തിനാ തരുന്നത്? മുമ്പ് കഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോ അല്ലാഹു തആല കൊടുക്കുന്നത് എന്തിനാണ്? അവസാന വാക്ക് ശ്രദ്ധിച്ചോളൂ, ഫയൻളുറ കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാൻ. മുമ്പ് കഷ്ടപ്പാടിലായിരുന്നു, ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് പൈസക്കാരനൊക്കെ ആയി. ശരി, എന്തിനാണ്? എന്റെ സ്വഭാവം എന്താണ്? എന്റെ പെരുമാറ്റം എന്താണ്? എന്റെ സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മത എന്താണ്? എന്റെ വാപ്പാനോടും ഉമ്മാനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? എന്റെ കുടുംബത്തോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? സമൂഹത്തോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെയായിരിക്കും എന്ന് നിന്നെ വെച്ച് പരീക്ഷിക്കാൻ നിന്റെ കരങ്ങളിലും ചിലപ്പോൾ സമ്പത്തു തന്നേക്കാം. അല്ലാഹു തആല ചിന്തിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തിലെ ചില വരികളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന മുഅ്മിനുകളായി, മുഅ്മിനത്തുകളായി അല്ലാഹു തആല നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം എടുത്ത
ഈ നോമ്പ് ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരി അല്ലാഹു തആലയുടെ ശിക്ഷ ഏറ്റുവാങ്ങി ഭൂമിയിൽ നിന്ന് വെള്ളം കുടിച്ച് ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോൾ അതിന് നന്ദി എന്നോണമാണ്, ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി എന്നോണമാണ്, ധിക്കാരികളെ അല്ലാഹു എടുത്തു മാറ്റിയതിന്റെ നന്ദി ഈ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നതാണ്. അല്ലാഹു ഈ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾക്ക് ഈ സുന്നത്തായ നോമ്പ് ഇന്നും ഇന്നലെയുമൊക്കെ ഉണ്ട്, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ രോഗികളുണ്ട്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അല്ലാഹുവേ നീ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. ഘടത്തിൽ കുടുങ്ങിപ്പോയ പെട്ടുപോയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഓരോ ദിവസവും ഞങ്ങളുടെ നാടിന്റെ പരിസരത്തുനിന്ന് മരണവാർത്തകൾ കേൾക്കുമ്പോൾ അല്ലാഹുവേ, ആ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ദഅവത്തിന്റെ മേഖലയിൽ ഒറ്റക്കെട്ടായി തൗഹീദ് എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാവിധ തൗഫീക്കും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.